120 വിമാനങ്ങൾ പറന്നു പോകുന്നു. അതിനകത്ത് ഈ ഫൈറ്റർ വിമാനങ്ങൾ 120 വിമാനം എന്തിനാണ് ആക്രമിക്കാൻ പോകുന്നത് ചോദിച്ചാൽ, യുദ്ധവിമാനങ്ങൾക്ക് ഇപ്പം ഞാൻ പൈലറ്റ് ചെയ്യുന്നൊരു വിമാനം, എൻ്റെ ടാർഗറ്റ് ഇറാനിലെ ഒരു റിഫൈനറി ആക്രമിക്കുകയാണെന്നിരിക്കട്ടെ, ഞാൻ അത് മാത്രമേ നോക്കുകയുള്ളൂ. ആ റിഫൈനറി എയിം ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. എനിക്ക് നേരെ പോകുന്ന വഴിക്ക് മിസൈലുകളോ വല്ലതും വന്നാൽ അതിനെ പ്രതിരോധിക്കുക എൻ്റെ ജോലിയല്ല. എന്നെ കവർ ചെയ്യുക എന്നുള്ളത് മറ്റു വിമാനങ്ങളുടെ ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അറ്റാക്കിന് പോകുന്ന വിമാനങ്ങളുടെ രണ്ട് വശങ്ങളിലും മുകളിലും താഴെയൊക്കെ ആയിട്ട് കവർ ചെയ്യാനുള്ള വേറെ ഫൈറ്റർ ജെറ്റുകളുണ്ടാവും. ഇങ്ങനെയാണ് 120 വിമാനങ്ങൾ വരെ എന്ന് പറയുന്നത്. അതുകൂടാതെ 2000 കിലോമീറ്റർ ദൂരമുണ്ട് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക്. പോകുന്ന വഴിക്ക് 2000, അങ്ങോട്ട് തിരിച്ച് 2000, 4000 കിലോമീറ്റർ പറക്കണം. ഇടയ്ക്ക് ഫ്യൂവൽ തീരും. വേറെ രാജ്യങ്ങളിൽ ഇറങ്ങി ഫ്യൂവൽ അടിക്കാൻ പറ്റില്ല. ആകാശത്ത് വെച്ച് തന്നെ ഫ്യൂവൽ കൊടുക്കാൻ പറ്റുന്ന ടാങ്കർ പ്ലെയിനുകൾ വേറെയുണ്ട് അകമ്പടി പോകുമ്പോൾ. അപ്പോൾ ഓരോ വിമാനങ്ങൾക്കും മറ്റു വിമാനങ്ങൾക്ക് വേണ്ടുന്ന ഇന്ധനം ആകാശത്ത് വെച്ച് തന്നെ കൊടുക്കും. അതുപോലെ തന്നെ ഈ വിമാനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ വിവരം താഴെ കിട്ടാതിരിക്കാൻ വേണ്ടി സറൗണ്ടിങ്സ് ആയിട്ടുള്ള പ്രദേശങ്ങളെ എല്ലാം ഇലക്ട്രോണിക് സിഗ്നൽസ് ജാം ചെയ്യാനുള്ള അവാക് സംവിധാനമുള്ള വിമാനങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ എന്നെങ്കിലും ഇസ്രായേൽ പുറത്തു വിടുമായിരിക്കും. പക്ഷേ നമ്മൾ ഭാവനയെ കാണുമ്പോൾ തന്നെ ആകാശത്തേക്ക് 120 വിമാനങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ പറന്ന് എന്ന് അവിടെ ആക്രമണം നടത്തിയിട്ട് ഒരു പരിക്കുമില്ലാതെ 120 വിമാനങ്ങളും തിരിച്ചു വന്നു എന്ന് പറയുന്നത് വ്യോമ ആക്രമണ ചരിത്രത്തിലെ ഒരുപക്ഷെ പേൾ ഹാർബർ അറ്റാക്കിന് ശേഷം ജപ്പാൻ നടത്തിയതാണല്ലോ പേൾ ഹാർബർ അറ്റാക്ക്. 100% വിജയം എന്ന് പറയാം. 100% വിജയകരമായിരുന്നു. അത് വല്ലാൻ ഞെട്ടിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.